നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അല്ലെ. അപ്പോ ഒരുപാട് വർഷം 50 വയസ്സായി. 50 വയസ്സായി. ഒരുപാട് വർഷം ഒരുപാട് ക്യാരക്ടേഴ്സിൽ നമ്മൾ സൂര്യനെ കണ്ടു അല്ലെ. ഇപ്പോഴും എന്താ പറയാ, ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല. 50 വയസ്സായി എന്ന് പറയുമ്പോഴാണ് കാര്യം. ഇതിപ്പോ സൂര്യയായാലും വിജയായാലും ഒക്കെ ലുക്ക് കൂടി വരുവാണ്. അതെ ഇതൊക്കെ പ്രായമായി എന്ന് പറയുമ്പോഴേ, കാരണം എത്ര വർഷമായി അപ്പൊ ഇവരെയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ആ സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് കറുപ്പിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അതിലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സൂര്യനെ ലുക്ക് കൊണ്ടും അതില് ഗജനി റെഫറൻസ്, പിന്നെ ശരവണൻ എന്നുള്ള പേര് ശരിക്കുള്ള സൂര്യയുടെ പേര് തന്നെയാണത്. ശരവണൻ ശിവകുമാർ എന്ന് പറയുന്ന സൂര്യയുടെ റിയൽ ലൈഫിലെ സൂര്യയുടെ പേരാണ് ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. എന്തോ മറ്റേ കറുപ്പ് കണ്ടിട്ട് കുറെ നാളായില്ല ഇങ്ങനത്തെ ഒരു സിനിമ. അടിപ്പടം സൂര്യൻ നിന്ന് നമ്മൾ കുറെ മിസ് ചെയ്തൊരു സാധനമാണ്. അടി മാത്രല്ല, ഒരു സ്വാഗും അതാണ്. വെറും അടി മാത്രമല്ല, കാരണം അങ്ങനെ ഒരു ഭയങ്കര ഒരു വയലന്റ് സിനിമ അല്ലാന്ന് തോന്നുന്നു. വയലന്റ് സൂര്യല്ല. നമ്മളിപ്പോ കങ്കുവയൊക്കെ കണ്ടിപ്പോ അതെ അതിപ്പോ കങ്കുവയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു വയലന്റ് ആണ്. അതായത് സൂര്യ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സൂര്യയാണ്. ഇപ്പോ റെട്രോയിൽ നമ്മൾ വിചാരിച്ച പോലെ ഏറ്റില്ല, പക്ഷെ ഇതില് തോന്നുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് സൂര്യ ഷോയാണ്. അതൊരു രണ്ട് ഗെറ്റപ്പ് അല്ല, രണ്ട് വക്കീൽ അഡ്വക്കേറ്റ് ആണെന്നോ, അഡ്വക്കേറ്റ് ആണെന്നോ മുണ്ടെടുത്തിട്ടുള്ള സൂര്യ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സൂര്യയുടെ പഴയ സിനിമ ഗജനി കാലഘട്ടത്തിലേക്ക് ഇതേപോലെ മുണ്ടെടുത്തിട്ടുള്ള സൂര്യയുടെ വെയിൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് ട്വിൻസ് ആയിട്ടുള്ളത് അതിനെക്കൊണ്ട് കുറെ ആ സിനിമയ്ക്ക് ശേഷം കുറച്ചു മുമ്പ് സൂര്യയുടെ വേറൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതില് ഇതേപോലെ തന്നെ മുണ്ടെടുത്തിട്ടുള്ള ഒരു സൂര്യയുണ്ട്. ഈട്ടി അതില് മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറി. സൂര്യ അതിലെ പോലീസോ കളക്ടറോ അങ്ങനെ എന്തോ ഒരു ഒഫീഷ്യൽ ആയിട്ടാണ് സൂര്യ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. സൂര്യ കൂടുതലും ഒരു അങ്ങനെ ഒഫീഷ്യൽ പൊസിഷനിലല്ലോ സൂര്യ ഇച്ചിരി ഒരു നാടിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ അത് വേറെ ഒരു എന്താ പറയുന്ന അതിലെ ഒരു ഇന്റർനെറ്റില് അങ്ങനത്തെ ഒക്കെ വേറെ ഒരു ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ആ സിനിമ പോയി. പക്ഷെ അത് അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് സിനിമ അല്ലായിരുന്നു. ഇത് പക്ഷെ കണ്ടിട്ട് തോന്നുന്നത് ഒരു ഇൻസിഡന്റിന്, കാരണം അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സിനിമകൾക്ക് അങ്ങനെ ഹെവി സബ്ജക്ട് വേണ്ട, ഭയങ്കര ഹെവി വേണ്ട. ഒരു ക്യാരക്ടറും ഒരു വില്ലനും ഒക്കെ ചെറിയൊരു ഇൻസിഡന്റിനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ലൈക് സൂര്യയുടെ ഒരു 10 മിനിറ്റ് സാധനമാണ് നമ്മുടെ മറ്റേ റോളക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ. നമുക്ക് ഇപ്പോഴും കാണുമ്പോഴും രോമാഞ്ചം വരുന്നത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടിയത് ഒരു ഇതെന്ന് പറഞ്ഞപ്പോ കരിയർ സൂര്യയുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സൂര്യക്ക് ഇപ്പൊ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഫെയിലിയേഴ്സ് ഉണ്ട്. പക്ഷെ സൂര്യ അതൊക്കെ അതിജീവിച്ച് എന്താ പറയാ പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അതിജീവിച്ച് വീണ്ടും എന്താ പറയാ ഡൗൺ ആവാതെ വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ത്രസിപ്പിക്കുന്ന പുതുമയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് സൂര്യ വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ സൂര്യയുടെ തിയേറ്ററിൽ ഇപ്പൊ വന്ന 2 മൂവീസ് വിജയം കൊണ്ടില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും OTT-ല് നമുക്ക് റിലീസ് ചെയ്ത മൂവീസ് എല്ലാം സൂര്യയുടെ മേളില് അതന്നെ ആ ഒരു അഭിനയത്തിന് മേളില് വെക്കാൻ എന്താ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. ബൈ മൂവി ആണെങ്കിലും അഭിനയമാണെങ്കിലും കഥയാണെങ്കിലും ഭയങ്കര നമുക്ക് ഫീൽ ആവും. അത്ര ആ ഒരു സുരയ് പൊട്ടു ആണെങ്കിലും ജയ് ഭീം ആണെങ്കിലും ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ജയ് ഭീമൊക്കെ നമുക്കറിയാം റിയൽ ലൈഫ് ക്യാരക്ടർ, സുരയ് പൊട്ടു ആണെങ്കിലും റിയൽ ലൈഫ് ക്യാരക്ടർ. ഇപ്പൊ ഇതിന്റെയൊക്കെ ഇപ്പൊ ഈ സുരയ് പൊട്ടുവിന്റെ റീമേക്ക് അക്ഷയ് കുമാർക്ക് ചെയ്തിട്ടൊന്നും ഇതുപോലൊന്നും എത്തിയില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആ സമയം നാഷണൽ അവാർഡ് കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. സൂര്യ ഫൈനൽ റൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ കിട്ടും. സൂര്യയുടെ ഒരു കരിയർ ഒരു യാത്ര നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വിജയുടെ ഫ്രണ്ടായിട്ട് ഒക്കെ വന്നു, ഒരു പാവം പോലത്തെ റോളുകൾ ചെയ്തു. ഇപ്പൊ നമ്മൾ തന്നെ ഒരിക്കൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ പറയുന്ന പോലെ സൂര്യക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് സൂര്യനെ പുറത്തേക്ക് വിടാൻ അച്ഛനിരുന്ന, അച്ഛൻ സ്റ്റാർ ആണ്, അപ്പൊ അച്ഛന്റെ പേര് കളയാതിരിക്കാൻ അച്ഛൻ സൂര്യനെ പുറത്തേക്ക് വിടാന്ന് പറഞ്ഞ ഒരു സൂര്യയാണ് അവര് ഫ്രണ്ട്സും. പിന്നെ തുടക്കകാലത്തൊക്കെ നമുക്കറിയാം മറ്റേ ചെറിയ ലൈലയുടെ കൂടെയുള്ള സൂര്യക്ക് ഒരു പാവം പറ്റിക്കപ്പെടുന്ന കാമുകൻ അങ്ങനെയൊക്കെ വന്നിട്ട് കാക്കാക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞ സാധനം സൂര്യക്കില്ല. കാരണം സൂര്യ അല്ലായിരുന്നല്ലോ അന്ന്. അജിത്ത് പിന്നെ ശരത് കുമാർ ഇവരൊക്കെയാണ് കാക്കാക്കൽ ആദ്യം ആലോചിച്ചത്. കാരണം സൂര്യനെ അങ്ങനെ സങ്കല്പിക്കില്ലല്ലോ. അങ്ങനെ വന്ന ഒരു സൂര്യയാണ് കാക്കാക്ക കഴിഞ്ഞു. പിന്നെ ഗജനിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതില് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ 2008-2009 കാലഘട്ടങ്ങളില് അയൻ, ആദവൻ, പിന്നെ സിംഗം, ആ ഒരു ടൈമില് തമിഴിൽ അന്നത്തെ ഒരു രജനീകാന്ത് കഴിഞ്ഞാൽ ടോപ്പ് ഹീറോ ശരിക്കും സൂര്യ തന്നെയാണ്. അന്ന് ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള നടൻ സൂര്യയായിരുന്നു. അതായത് അതെപ്പോഴും മാറി. അതായത് ആദ്യ ഒരു കാലത്ത്
2000-ന്റെ ഒരു തുടക്കമൊക്കെ അജിത്തായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം വന്നു. വിക്രം അന്യനൊക്കെ സമയത്ത് അന്യനും അതായത് ജെമിനി മുതലെടുക്കാം, ജെമിനി, സാമി, ധൂള്, അന്യൻ അതൊക്കെ കഴിഞ്ഞ സമയത്ത് വിക്രമായിരുന്നു ഒന്ന് ടോപ്പ് ചെയ്യണം. അതായത് യുവ താരങ്ങളാണ്. അതായത് രജനി, കമൽ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനിൽ വിക്രം തന്നെയായിരുന്നു ശരിക്കും അന്ന് ടോപ്പ്. അത് കഴിഞ്ഞിട്ടാണ് വിജയും സൂര്യയും അജിത്തും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് പിന്നീട് വിക്രമിന്റെ കുറച്ച് സിനിമകൾ ഫ്ലോപ്പായി തുടങ്ങി, വിജയ്ക്കും കുറച്ച് ഫ്ലോപ്പുകൾ വന്നു തുടങ്ങിയപ്പോ അന്ന് കേറി വന്നത് സൂര്യയാണ്. കാരണം നമുക്കറിയാം വേലും വിജയുടെ അഴകിയ തമിഴ് മകന് ഒരുമിച്ചിറങ്ങിയതിൽ വേലായിരുന്നു ആ വർഷത്തെ വിന്നർ, ദീപാവലി വിന്നർ. വേല് കഴിഞ്ഞു, വാരണമായി ഇറങ്ങുന്നു, അയൻ ഇറങ്ങുന്നു, ആദവൻ ഇറങ്ങുന്നു, നമ്മുടെ സിംഗം 1 2010 ഇറങ്ങണം വരെ സൂര്യ തന്നെയാണ് ടോപ്പ്. പിന്നെയാണ് സൂര്യക്ക് ഒരു പരാജയങ്ങൾ വന്നു തുടങ്ങിയത്.